lifestyle in USA. ഇന്ന് ലൈഫ് സ്റ്റൈലിൽ ഞങ്ങൾ ഒരു കൊച്ചു ഗായികയെ പരിചയപ്പെടുത്തുന്നു. വെർജീനിയ സ്വദേശി കല്യാണി പിള്ള. ഈ ആഴ്ചത്തെ ലൈഫ് സ്റ്റൈലിലേക്ക് ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒഹായോയിലെ ഹിൽട്ടൺ ഹോട്ടലിൽ AKMG അഥവാ ഓൾ കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി. ഈ കോൺഫറൻസിന്റെ ആദ്യത്തെ ദിവസം അമേരിക്കയിലുള്ള മലയാളി ഡോക്ടേഴ്സിന്റെയും അവരുടെ കുട്ടികളുടെയും ടാലന്റ് നൈറ്റ് നടക്കുകയാണ്. ഈ ടാലന്റ് നൈറ്റിൽ ശ്രദ്ധേയമായ 2 ഗാനങ്ങൾ ഒരു കുട്ടി പാടുകയുണ്ടായി. ആ ബാലിയയ്ക്ക് അന്ന് 10 വയസ്സ്. കാണികളുടെ ഇടയിൽ നിരവധി അഭിനന്ദനങ്ങൾ ഈ കുട്ടി കരസ്ഥമാക്കി. പിറ്റേ ദിവസം ഗാനഗന്ധർവൻ പത്മശ്രീ ഡോക്ടർ KJ യേശുദാസിന്റെ ഗാനമേള തുടങ്ങുന്നതിന് മുമ്പായി അദ്ദേഹം കാണികളോടായി ചോദിച്ചു, ഇന്നലെ ടാലന്റ് നൈറ്റിൽ ഗാനം അവതരിപ്പിച്ച കല്യാണി എന്ന ഒരു കുട്ടിയുണ്ടോ ഈ കൂട്ടത്തിലെന്ന്. അപ്പോൾ ഒരമ്മ തന്റെ മകളുമായി സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ ദാസേട്ടൻ പറയുകയുണ്ടായി, ഇന്നലെ കാണികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എന്റെ പത്നി പ്രഭ യേശുദാസ് ഈ കുട്ടിയുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് ഫോണിലൂടെ എന്നെ പാട്ട് കേൾപ്പിക്കുകയുണ്ടായി എന്ന്. ഈ കുട്ടിയുടെ ഗാനം കേട്ടിട്ട് വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് തോന്നിയെന്ന്. അത് മറ്റാരുമായിരുന്നില്ല, കല്യാണി ഇന്ന് നമ്മോടൊപ്പം ലൈഫ് സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട്. വിശേഷം? നല്ല വിശേഷം. എങ്ങനെയാണ് ഈ പാട്ടിലോട്ടും ഡാൻസിലോട്ടും ഒക്കെ ശ്രദ്ധ വന്നത്? ചെറുപ്പം മുതലേ എൻ്റെ അമ്മൂമ്മ എനിക്ക് കവിതകളും പാട്ടുകളും പാടിത്തരും. ചെറുപ്പം മുതലേ എനിക്കൊരു മ്യൂസിക് അറ്റ്മോസ്ഫിയർ. എത്ര വയസ്സ് സ്റ്റേജിലൊക്കെ കയറാൻ തുടങ്ങി? 3 വയസ്സിൽ ഞാൻ സ്റ്റേജിൽ കയറാൻ തുടങ്ങി. പക്ഷേ 5 വയസ്സിലാണ് ആക്ച്വലി കർണാട്ടിക് മ്യൂസിക് സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. അന്ന് ദാസേട്ടൻ സ്റ്റേജ് വെച്ച് ഇങ്ങനെ ഒരു അഭിനന്ദനം തന്നപ്പോ എന്ത് തോന്നി? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ദാസേട്ടനെ ഒന്ന് കാണാനും അനുഗ്രഹം വായിക്കാനും. അന്നത്തെ ആ സംഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ ദാസേട്ടൻ എന്തൊക്കെ പറഞ്ഞു? എൻ്റെ ഇടയ്ക്ക് കല്യാണി രാഗത്തിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കെരിയോക്കിൻ്റെ കൂടെ. എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇനി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണം, ക്ലാസിക്കൽ മ്യൂസിക് എല്ലാം നന്നായിട്ട് പഠിക്കണം. അന്ന് ദാസേട്ടൻ സ്റ്റേജിൽ പാടിപ്പിച്ച പാട്ടൊന്ന് പാടോ? കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ ആരൊക്കെയാണ് കല്യാണിയുടെ ഗുരുക്കന്മാര്? എന്റെ കർണാട്ടിക് മ്യൂസിക് ടീച്ചർ ചെന്നൈയിലുള്ള ശ്രീമതി മരകതം രാമസ്വാമി, എന്റെ ഭരതനാട്യം ടീച്ചർ ഡോക്ടർ ജാനകി രംഗരാജൻ, എന്റെ മറ്റ് ഡാൻസുകൾ പഠിപ്പിക്കുന്ന ഫോക്ക് ഡാൻസും സിനിമാറ്റിക് ഡാൻസുകളെല്ലാം പഠിപ്പിക്കുന്നത് ബിന്ദു രാജീവ് ആന്റി വെർജീനിയയിൽ. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പാട്ടുകാരുണ്ടോ? എൻ്റെ കുടുംബം മുഴുവൻ പാട്ടിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മന് ഇച്ചിരി പാട്ട് പാടാൻ പറ്റും. പിന്നെ എൻ്റെ ഷിക്കാഗോയിലുള്ള ഒരു അമ്മാവന് ഒരു പാട്ടുകാരനാണ്. കല്യാണി ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്. ഞാനിപ്പം ഭരതനാട്യമാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ചില മോഹിനിയാട്ടം പീസുകളും പഠിക്കും. കല്യാണി സ്റ്റേജിലൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു പ്രോഗ്രാം നടന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, ഡാൻസ് ഓഫ് ദി എൻചാൻട്രസ്. അതിൽ ഞാൻ സ്വാതി തിരുനാൾ മഹാരാജാന്റെ അളിവേണി എന്നുള്ള ഒരു പദം മോഹിനിയാട്ടം ഒരു പീസ് ചെയ്തത്. എന്താണ് കല്യാണിയുടെ ഭാവിയിലെ ആഗ്രഹങ്ങൾ? എനിക്ക് ഡെഫിനറ്റ്ലി മ്യൂസിക്കും ഡാൻസും കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. കല്യാണി ഒരു നല്ല പാട്ടുകാരിയാണല്ലോ. ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? ഗോപികേ നിൻവിരൽ തുമ്പുരും വിരൽ
ഗോപികേ നിൻവിരൽ തുമ്പുരും വിരിതുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി ഗോപികേ ആ ആ ആ നമ്മുടെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രൻ പിള്ളൈ, എൻ്റെ അമ്മേൻ്റെ പേര് അനിത പിള്ളൈ, എൻ്റെ അമ്മൂമ്മേൻ്റെ പേര് രാധാ പ്രഭാകർ, എൻ്റെ ചേട്ടൻ്റെ പേര് കേശവ് പിള്ളൈ. ഈ ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഏഷ്യനെറ്റ് USA പേരുള്ള നന്ദി അറിയിക്കുന്നു. ഏഷ്യനെറ്റ് USA എനിക്ക് ഇനിയൊരു അവസരം തന്നതിന് നന്ദി. ഈ ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വ്യത്യസ്തമായ ഒരു ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റുമായി വീണ്ടും കാണാം.